ഇനി നമുക്കുള്ളത് മാസ് ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളതാണ്. അപ്പം ഒരു മെറ്റലിൻ്റെയൊക്കെ മാസും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയൊക്കെ കോയിൽ സ്പ്രിങ് വയേഴ്സ് അങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാം നമുക്ക് മാസ് എങ്ങനെ കാണാം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സെൻറ്റർ ഓഫ് മാസ് ഒക്കെ എങ്ങനെ കാണാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം നമുക്ക് ഈ ഫോർമുല ബേസിക്കായിട്ട് നോട്ട് തന്നിരിക്കുന്ന ഫോർമുലാസ് എല്ലാം പഠിക്കണം. അപ്പം നമ്മൾ ഡെൽറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നതിൻ്റെ ഡെൻസിറ്റി. ഡെൽറ്റ നമ്മൾ കൊടുക്കുന്നത് അതൊരു ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ്. ചില കേസിൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഡെൽറ്റ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി അറ്റ് എക്സ് വൈ ഇസഡ് ആണ് സപ്പോസ് ചെയ്യുകയാണെങ്കിൽ മാസ് കാണാനുള്ള ഫോർമുല നമ്മൾ മാസിന് എം എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കുന്നത്. ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഡി എസ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. അപ്പം മാസ് കാണാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഡി എസ്. അപ്പം മാസ് എലോങ് എ സ്മൂത്ത് കർവ് സി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഡി എസ് ആണ്. പിന്നെ ഫസ്റ്റ് മൊമെൻറ്റ് അബൌട്ട് ദിസ് കോർഡിനേറ്റ് പ്ലെയിൻ എക്സ് വൈ കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലെയിൻ ഉണ്ട്, വൈ ഇസഡ്. അപ്പം ആദ്യം നമുക്ക് എം വൈ ഇസഡാണ്. വൈ ഇസഡ് പ്ലെയിനിലെ നമുക്ക് മൊമെൻറ്റ് എബൌട്ട് ദ ഫസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഇൻറ്റു ഡെൽറ്റ ഡി എക്സ്. വൈ ഇസഡ് വരുമ്പം എക്സ് ഇൻറ്റു ഡെൽറ്റ ഡി എക്സ്. ഇനി എം എക്സ് ഇസഡ് ആണെങ്കിലോ ഇൻ്റഗ്രൽ ഓവർ സി വൈ ഡെൽറ്റ ഡി എസ്. ഇവിടെ വൈ ഇസഡ് വന്നപ്പോൾ എക്സ് ഇസഡ് വന്നപ്പം വൈ. ഇനിയുള്ളത് നമുക്ക് എക്സ് വൈ ആണ്. എം എക്സ് വൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ഡെൽറ്റ ഡി എസ്. അപ്പോൾ നമുക്ക് മാസ് കാണാനായിട്ട് ഡെൽറ്റ ഡി എസ് മാത്രം ചെയ്താൽ മതി. എം വൈ ഇസഡ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഇൻറ്റു ഡെൽറ്റ ഡി എസിനെ വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. എം എക്സ് ഇസഡ് ആണെങ്കിൽ വൈ ഡെൽറ്റയെ വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. എം എക്സ് വൈ ആണെങ്കിൽ ഇസഡ് ഡെൽറ്റയെ വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എം വൈ ഇസഡ്, എം എക്സ് ഇസഡ് ആൻഡ് എം എക്സ് വൈ ഈ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി ഇത് നാലും ഉണ്ട് എങ്കിൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കിട്ടും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ബാർ വൈ ബാർ ഇസഡ് ബാർ എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കുന്നത്. സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല നമ്മൾ എക്സ് ബാർ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എം വൈ ഇസഡ് ബൈ എം. അപ്പം എം വൈ ഇസഡ് ബൈ എം ആണ് എക്സ് ബാർ കാണാനുള്ള ഫോർമുല. വൈ ബാറിന് അപ്പോൾ എന്തായിരിക്കും എം എക്സ് ഇസഡ് ബൈ വൈ ബാർ എന്ന് പറയുന്നത് എം എക്സ് ഇസഡ് ബൈ എം ആയിരിക്കും. ഇസഡ് ബാർ എന്ന് പറയുന്നത് എം എക്സ് വൈ ബൈ എം ആയിരിക്കും. ഇതാണ് നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ മെയിനായിട്ട് മാസും സെൻറ്റർ ഓഫ് മാസും കാണാനുള്ള പ്രോബ്ലംസാണ് ചോദിക്കുന്നത്. പിന്നെ ഉള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാനായിട്ടാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് ആണ് എങ്കിൽ നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ഐ എക്സ് എന്നുള്ള. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി എക്സ് ആക്സിസ് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ഐ എക്സ് ആണ്. അത് ഇൻ്റഗ്രൽ ഓവർ സി വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. അപ്പോൾ എക്സ് ആണെങ്കിൽ എക്സ് അല്ലാത്ത ബാക്കി രണ്ട് ടേംസ് വൈ സ്ക്വയറും ഇസഡ് സ്ക്വയറും ആഡ് ചെയ്തിട്ട് ഡെൽറ്റ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദ എക്സ് ആക്സിസ്. എബൌട്ട് ദ വൈ ആക്സിസ് ആകുമ്പോൾ അപ്പോൾ എന്തായിരിക്കും ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡെൽറ്റ ഡി എസ്. എബൌട്ട് ദ ഇസഡ് ആക്സിസ് ആണെങ്കിൽ അത് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡെൽറ്റ ഡി എസ്. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡെൽറ്റ ഡി എക്സ്. വൈ ആക്സിസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡെൽറ്റ ഡി എക്സ്. ഇസഡ് ആക്സിസ് ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ളത് നമ്മൾ എക്സ് ആക്സും വൈ ആക്സും ഇസഡ് ആക്സും നമ്മൾ പറഞ്ഞു. അപ്പം എക്സ് ആക്സിലെ ഒരു പോയിൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിലെ ഒരു നമുക്ക് എക്സ് ആക്സിലാണ് എങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡെൽറ്റ ഡി എസ് എന്ന് കിട്ടി. ഇനി അത് ജനറലായിട്ട് ഒരു ആർ എന്നുള്ള ഒരു ലൈനാണ് എങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി ആർ സ്ക്വയർ ഡെൽറ്റ ഡി എസ് ആണ്. വേർ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫ്രം ദ പോയിൻറ്റ് എക്സ് വൈ ഇസഡ്. നമ്മൾ എക്സ് വൈ ഇസഡ് എന്നുള്ള പോയിൻറ്റിൽ നിന്ന് ആ ലൈൻ എല്ലിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആറായിട്ട് എടുക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇപ്പോൾ എക്സ് ആക്സിസ് ആണ് നമ്മൾ എക്സ് വൈ ഇസഡിൽ നിന്ന് എക്സ് ആക്സിലോട്ടുള്ള ഒരു ഇതാണ് എടുക്കുന്നതെങ്കിൽ എക്സ് ആക്സിൽ എക്സ് മാത്രമേ ഉള്ളൂ, വൈയും ഇസഡും 0 ആയിരിക്കും. ഇപ്പോൾ എക്സ് ആക്സിൽ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിൽ ഒരു പോയിൻ്റ് നിങ്ങളിപ്പോൾ ചിന്തിച്ച് നോക്കി, നമ്മൾ എക്സ് ആക്സിൽ ഇവിടെ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പോയിൻ്റ് ആണെങ്കിൽ 2 0 0 ഫോമിലല്ലേ വരുന്നത്. അപ്പോൾ 2 ഡയമെൻഷൻ ആണെങ്കിൽ അത് 2 0 അല്ലെങ്കിൽ അത് 2 0 0. അപ്പം എക്സ് ആക്സിൽ ഒരു
ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോം എക്സ് ആക്സിൽ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ അത് എക്സ് 0 0 അപ്പം എക്സ് ആക്സിൽ നിന്ന് എക്സ് വൈ ഇസഡിൽ നിന്ന് എക്സ് വൈ ഇസഡ് എന്നുള്ള പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് നോക്കിയേ. എക്സ് വൈ ഇസഡിൽ നിന്ന് എക്സ് 0 0 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് 0 വൈ മൈനസ് 0 വൈ ഇസഡ് മൈനസ് 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇസഡ് സ്ക്വയർ. അപ്പം വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ കിട്ടും. അപ്പം നമ്മൾ ജനറലി എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിലെ പോയിന്റ് എക്സ് 0 0 ഫോമിലാണ്. അപ്പോൾ എക്സ് വൈ ഇസഡിൽ നിന്ന് എക്സ് 0 0 ഡിസ്റ്റൻസ് അതായിരിക്കും ഇത്. അതേപോലെ ഒരു ജനറൽ പോയിന്റ് ഒരു ജനറൽ ലൈൻ എല്ലിലോട്ടുള്ളതാണെങ്കിൽ അതിന് നമുക്ക് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി ആർ സ്ക്വയർ ഡെൽറ്റ ഡി എസ് വെയർ ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ ഇസഡ് ടു ദ ലൈൻ എൽ. എക്സ് വൈ ഇസഡ് എന്നുള്ള പോയിന്റിൽ നിന്ന് ലൈൻ എല്ലിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആറായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഇത് ഫസ്റ്റ് സെക്ഷൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലംസ് ആണ്. നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ 8 സെക്ഷനാണുള്ളത്, എല്ലാം വലുതാണ്. ഫസ്റ്റ് വൺ, എ സ്ലെൻഡർ മെറ്റൽ ആർക്ക് denser at the bottom than top. A slender metal arc denser at the bottom than top lies along the semicircle y square plus z square equal to 1 z greater than or equal to 0. A slender metal arc denser at the bottom than top lies along the semicircle y square plus z square equal to 1 z greater than or equal to 0 in the yz plane. A central metal arc denser at the bottom than top lies along the semicircle y square plus z square equal to 1 z greater than or equal to 0 in the yz plane. Find the center of the arc mass. Center of the arc's mass. If the density at the point xyz on the arc is delta xyz equal to 2 minus z. Find the center of the arc's mass if the density at the point xyz is delta of xyz equal to 2 minus z. അപ്പോൾ ഇവിടെ നമുക്ക് സെമി സർക്കിളിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി തന്നിട്ടുണ്ട്. അപ്പം അവിടെ ഡെൽറ്റയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ഇസഡ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എക്സും ടേമും വൈ ടേമും ഇല്ല. അപ്പോൾ ഡെൽറ്റ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പം ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഇതിലൂടെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് സെമി സർക്കിളാണ് തന്നിട്ടുണ്ട്. ആ സെമി സർക്കിൾ ഏത് പോർഷനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഇസഡ് പോസിറ്റീവായിട്ടുള്ള പോർഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം ആ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം ഒരു ബേസിക് ഐഡിയ വേണം, ഇതെങ്ങനെ ഇരിക്കും, അതായത് നമ്മുടെ കേർവ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ബേസിക് ഐഡിയ ആദ്യം വേണം. അപ്പം കേർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1 ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പം നമ്മൾ ഫിഗർ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇത് നമ്മുടെ വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ഇങ്ങോട്ട് എക്സ് ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ -1 തൊട്ട് 1 വരെ, അതായത് നമ്മൾ സാധാരണ സർക്കിൾ എക്സ് വൈ പ്ലെയിനിലെ സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ പോസിറ്റീവ് വൈ നെഗറ്റീവ് വരുന്ന പോർഷൻ വരുമ്പോൾ സെമി സർക്കിളിൽ ഒരു ഹാഫേ വരൂ. സർക്കിളിലെ ഒരു ഹാഫ് സെമി സർക്കിളാണ് വരുന്നത് വൈ ഗ്രേറ്റർ ദാൻ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഇസഡ് ഗ്രേറ്റർ. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ ഇസഡ് പ്ലെയിനിലാണ്. വൈ ഇസഡ് പ്ലെയിനിലെ സെമി സർക്കിളാണ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1. അതിൽ ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇസഡ് പോസിറ്റീവ് വരുന്നത് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് വരുന്ന പോർഷൻ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇസറാക്സിന് നടുക്ക് വെച്ചിട്ടില്ല ഇത് പോയേക്കുന്നത്. നോക്കി, ഇങ്ങനെ ഒരു മെറ്റൽ ആർക്ക്, ഈ ഒരു മെറ്റൽ ആർക്ക് സിമെട്രിക് എബൌട്ട് ദ ഇസറാക്സിസാണ്.
അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈ ഇസഡ് ആക്സിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇസഡ് ആക്സിലാണ് സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ബാറും വൈ ബാറും 0 ആയിരിക്കും. അപ്പോൾ ഇത് സിമെട്രിക് എബൌട്ട് ദ ഇസഡ് ആക്സിസ് ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിലായിരിക്കും. അതുകൊണ്ട് എക്സ് ബാറും വൈ ബാറും 0 ആണെന്ന് നമുക്ക് പറയാം. അപ്പം തുടങ്ങിക്കോ. ഈ ഫിഗർ ഒന്ന് വരയ്ക്കണം. ഫിഗർ വരച്ചിട്ട് the arc lies in the YZ plane. The arc lies in the YZ plane with its mass distributed. The arc lies in the YZ plane with its mass distributed. The arc lies in the YZ plane with its mass distributed symmetrically about the Z axis. The arc lies in the YZ plane with its mass distributed symmetrically about the Z axis. The arc lies in the YZ plane with its mass distributed symmetrically about the Z axis. Therefore, x bar equal to 0, y bar is equal to 0. അപ്പം Z axis കിടക്കുന്നത് കൊണ്ട് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. കാരണം സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ Z ആക്സിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. അപ്പോൾ നമുക്കിനി വി ഹാവ് ടു ഫൈൻഡ് ഓൺലി ഇസഡ് ബാർ. ഇസഡ് ബാർ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ കർവിൻ്റെ ഒരു സ്മൂത്ത് പാരാമെട്രൈസേഷൻ കണ്ടുപിടിക്കണം. കാരണം ഇൻ്റഗ്രൽ ഓവർ സി നമുക്ക് മാസും കണ്ടുപിടിക്കണം, ഇസഡ് കോൺജുഗേറ്റ് കാണാൻ വേണ്ടി എം എക്സ് വൈയും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഡി എസും ഇൻ്റഗ്രൽ ഓവർ സി എം എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇസഡ് ഡെൽറ്റ ഡി എസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാരാമെട്രൈസേഷൻ വേണം. നമ്മൾ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ പാരാമെട്രൈസേഷൻ. ഇരിക്കും. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ പാരാമെട്രൈസേഷൻ ഓഫ് ദി സെമി സർക്കിൾ. അപ്പം ആർ ബാർ ഓഫ് ടി, നമ്മൾ സർക്കിൾ ആകുമ്പോൾ സാധാരണ കോസ് ടി സൈൻ ടി, റേഡിയസ് 1 ആയതുകൊണ്ട് കോസ് ടി, അത് വൈ ആണ് കോസ് ടി, വൈ ഈക്വൽ ടു കോസ് ടി, ഇസഡ് ഈസ് ഈക്വൽ ടു സൈൻ ടി ആണ്. അപ്പോൾ അത് കോസ് ടി ജെ പ്ലസ് സൈൻ ടി കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജെയും കെയും, കാരണം എക്സ് കോർഡിനേറ്റ് ഇല്ല. വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സെമി സർക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ അത് എക്സ് ടേം ഇല്ല. എക്സ് ടേം 0 ആണ്. അപ്പോൾ ഐ ടേം ഇല്ല. അപ്പോൾ കോസ് ടി ജെ പ്ലസ് സൈൻ ടി കെ എന്ന് വരും. അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ എടുത്താലോ, അത് മൈനസ് സൈൻ ടി ജെ പ്ലസ് കോസ് ടി കെ. മോഡുലസ് ഓഫ് ദി വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഈക്വൽ ടു 1. കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1. ഇനി നമുക്ക് ആദ്യം മാസ് കണ്ടുപിടിക്കാം. മാസ് എം ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് റേഞ്ച് പറയാൻ മറന്നുപോയി. ഇവിടെ റേഞ്ച് നമ്മൾക്കറിയാം ഇസഡ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് വന്നേക്കുന്നത് കൊണ്ട് ഇവിടെ -1 തൊട്ട് 1 വരെ വരണമെന്നുണ്ടെങ്കിൽ റേഞ്ച് 0 to π, സെമി സർക്കിൾ ആയതുകൊണ്ട് ഡെൽറ്റ ഡി എസ് എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to π 2 മൈനസ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, സൈൻ ടി, 2 മൈനസ് സൈൻ ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി, 2 മൈനസ് സൈൻ ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π 2 മൈനസ് സൈൻ ടി ഇൻറ്റു മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഡി ടി എന്ന് വരും. അപ്പോൾ അത് 2t മൈനസ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ ചെയ്യുമ്പം അത് കോസ് ആണ്. അപ്പോൾ അത് പ്ലസ് കോസ് ടി വരും. മൈനസ് ഓഫ് കോസ് ആയതുകൊണ്ട് റേഞ്ച് 0 to π എന്ന് വരും. which is equal to 2π plus cos π minus 0 plus cos 0. cos 0 1 ആണ്. അപ്പം 2π minus 1, cos 0യും 1 ആണ്, cos π minus 1 ആണ്. അപ്പോൾ അത് -1. അപ്പം 2π minus 2. അപ്പോൾ നമുക്ക് m is equal to 2π minus 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇസഡ് ബാർ വേണം അല്ലേ. ഇസഡ് ബാർ കാണണമെന്നുണ്ടെങ്കിൽ എം എക്സ് വൈ വേണം. അപ്പം എം എക്സ് വൈയുടെ ഫോർമുല എന്താണ്, എം എക്സ് വൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ഡെൽറ്റ ഡി എസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് ഇൻറ്റു 2 മൈനസ് ഇസഡ് ഡി എസ് എന്ന് വരും. അപ്പോൾ അത്
ഇൻ്റഗ്രൽ 0 to പൈ ഇസഡിന് നമുക്ക് സൈൻ ടി കൊടുത്താൽ സൈൻ ടി ഇൻറ്റു 2 മൈനസ് സൈൻ ടി ഇൻറ്റു മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ 2 സൈൻ ടി മൈനസ് സൈൻ സ്ക്വയർ ടി. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്, അത് ഡി ടി. അപ്പം നമുക്ക് ഇൻ്റഗ്രൽ 0 to പൈ 2 സൈൻ ടി മൈനസ് സൈൻ സ്ക്വയർ ടി നമുക്ക് 1 മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2 എന്ന് എടുക്കാം. ഇത് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സൈൻ സ്ക്വയർ ടി ചെയ്യാൻ വേണ്ടി നമുക്ക് 1 മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2 എടുത്തു. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ആദ്യം 2 സൈൻ ടി ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 2 സൈൻ ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അത് മൈനസ് 2 കോസ് ടി. അടുത്തത് മൈനസ് 1/2 കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ മൈനസ് 1/2 എടുത്താൽ 1 മൈനസ് കോസ് 2t എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുമ്പോൾ ടി മൈനസ് കോസ് 2tനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അത് മൈനസ് സൈൻ 2t ഡിവൈഡഡ് ബൈ 2. ഓൾറെഡി ഒരു 2 ഉണ്ടായിരുന്നു, നമ്മൾ പുറത്തെടുത്തു 1/2 എന്ന് എടുത്തു. പിന്നെ ഇപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് 1 മൈനസ് കോസ് 2tയുടെ ഇൻ്റഗ്രലാണ്. 1ൻ്റെ ഇൻ്റഗ്രൽ ടിയെ കോസിൻ്റേത് കോസിൻ്റേത് നമുക്ക് സൈൻ കിട്ടും. സൈൻ ഇത് കോസ് 2t ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2. റേഞ്ച് 0 to പൈ എന്ന് വരും. അപ്പം മൈനസ് 2 കോസ് ടി മൈനസ് ടി ബൈ 2 പ്ലസ് സൈൻ 2t ബൈ 4 എന്ന് വരും. റേഞ്ച് 0 to പൈ. അപ്പം നമുക്കത് മൈനസ് 2 കോസ് പൈ മൈനസ് പൈ ബൈ 2 പ്ലസ് സൈൻ 2π ബൈ 4. ഇത് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് 2 കോസ് 0 മൈനസ് 0 പ്ലസ് സൈൻ 0 ബൈ 4. നമ്മൾ കോസ് പൈ മൈനസ് 1 ആണ്, അപ്പോൾ അത് മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 മൈനസ് പൈ ബൈ 2. അടുത്തത് 0 മൈനസ് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ അത് മൈനസ് 2 വരും. സൈൻ 0 0 ആണ്. 2 മൈനസ് പൈ ബൈ 2 പ്ലസ് 2. അപ്പോൾ നമുക്ക് 4 മൈനസ് പൈ ബൈ 2 അല്ലെങ്കിൽ 8 മൈനസ് പൈ ബൈ 2 അതിനെ ഇക്വേഷൻ 2 എന്നെടുക്കാം. നമുക്ക് ആദ്യം എം കിട്ടിയിട്ടുണ്ടായിരുന്നു. Therefore z bar is equal to z ബാറിൻ്റെ ഫോർമുല എന്താ? എം എക്സ് വൈ ഡിവൈഡഡ് ബൈ എം. എം എക്സ് വൈ എന്ന് പറയുന്നത് 8 മൈനസ് പൈ ഡിവൈഡഡ് ബൈ 2 ആണ്. 8 മൈനസ് പൈ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ എം എന്ന് പറയുന്നത് 2 പൈ മൈനസ് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 മൈനസ് പൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 പൈ മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 8 മൈനസ് പൈ ഡിവൈഡ് ബൈ 4 പൈ മൈനസ് 4 എന്ന് വരും. ഇതാണ് ഇസഡ് ബാർ. ദെർഫോർ അതിന് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്ന കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 0.57 കിട്ടും. 0.57. ദെർഫോർ ദ സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ വൈ ബാർ ഇസഡ് ബാർ ആണ്. എക്സും വൈയും 0 ആയതുകൊണ്ട് അത് 0.57 കിട്ടും. 0 0 0 0.57. അപ്പോൾ എക്സും വൈ ഇവിടെ 0 ആണ്, കാരണം ഇസഡ് ആക്സിസ് അത് സിമെട്രിക്കാണ്. എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്, കാരണം നമുക്ക് ആകെ സോൾഡ് ഔട്ട് ആയിട്ട് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സർക്കുലർ വയർ ഹൂപ്പ് ഓഫ് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി ഡെൽറ്റ lies along the circle x square plus y square equal to a square in the xy plane. A circular wire hoop of constant density delta lies along the circle x square plus y square equal to a square in the xy plane. Find the hoop's moment of inertia. About the z-axis. Moment of inertia about the z-axis.
A circular wire hoop of constant density delta lies along the circle x square plus y square equal to a square in the xy plane. Find the hoop's moment of inertia about the z axis. അപ്പോൾ നമുക്ക് ഫുൾ സർക്കിളാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുമ്പം അത് A0 സ്റ്റാർട്ട് ചെയ്ത് ഇതിലൂടെ പോയി തിരിച്ച് ഫുൾ സർക്കിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു എ കോസ് ടി, y ഈസ് ഈക്വൽ ടു എ സൈൻ ടി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ആണ്. പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആർ ബാർ ഓഫ് ടി ഇതാണ്. വെലോസിറ്റി വെക്ടർ വി ബാർ എന്ന് പറയുന്നത് മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ എന്ന് വരും. therefore modulus of the velocity vector എന്ന് പറയുന്നത് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വരും. അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ഈക്വൽ ടു എ. അപ്പോൾ വെലോസിറ്റി വെക്ടർ കിട്ടി. ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ഇസഡ് ആക്സിസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം ഫോർമുല എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ഇസഡ് ആക്സിസ് ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഡി എസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഫുൾ സർക്കിൾ ആയതുകൊണ്ട് റേഞ്ച് 0 to 2π വരും. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മുടെ അടുത്ത് എന്താ? എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി എന്ന് പറയുമ്പോൾ അത് എ സ്ക്വയർ ഡെൽറ്റ മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി. നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡെൽറ്റ ഡി എസ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അപ്പം ഓൺ ദ സർക്കിൾ എന്ന് പറയുമ്പോൾ അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എ സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ എ സ്ക്വയർ ഡെൽറ്റ ഡി എസ് ആണ്. ഡെൽറ്റ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ അത് ഇൻ്റഗ്രൽ 0 to 2π എ സ്ക്വയർ ഡെൽറ്റ ഇൻറ്റു എ ഡി ടി. അപ്പോൾ അത് എ ക്യൂബ് ഡെൽറ്റ ഇൻ്റഗ്രൽ 0 to 2π ഡി ടി എന്ന് വരും. അപ്പം എ ക്യൂബ് ഡെൽറ്റ ഇൻറ്റു ടി ഫ്രം 0 to 2π. അപ്പോൾ അത് 2π എ ക്യൂബ് ഡെൽറ്റ എന്ന് വരും. ഇതാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ഇസഡ് ആക്സിസ്, 2π എ ക്യൂബ് ഡെൽറ്റ. അപ്പോൾ ഫോർമുല ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡെൽറ്റ ഡി എസ് ആണ്. ഇവിടെ ഡെൽറ്റ കോൺസ്റ്റൻ്റ് ആണ് തന്നിട്ടുണ്ടായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മാസ് ഓഫ് എ തിൻ വയർ. Find the mass of a thin wire lying along the curve r bar of t equal to root 2 ti plus root 2 tj plus 4 minus t square k. Find the mass of a thin wire lying along the curve r of t equal to root 2 ti plus root 2 tj plus 4 minus t square k, comma 0 less than or equal to t less than or equal to 1, where the density is equal to, the density delta is equal to 3t. ഇവിടെ ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് ടി ആണ് തന്നേക്കുന്നത്. ഡെൽറ്റ ഈക്വൽ ടു 3t. അപ്പം മാസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം വെലോസിറ്റി വെക്ടർ കണ്ടുപിടിച്ച് നമുക്ക് മാസിൻ്റെ ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഡി എസ്. ഡെൽറ്റ നമുക്ക് തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ടി. അപ്പം ഡി എസ് കാണണം. അപ്പോൾ അതിന് വേണ്ടി വെലോസിറ്റി വെക്ടർ ആദ്യം കണ്ടുപിടിക്കണം. വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് root 2i പ്ലസ് root 2j പ്ലസ് minus 2tk, 4 minus t square ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ minus 2tk. മോഡുലസ് ഓഫ് ദി വെലോസിറ്റി വെക്ടർ ഇസ് ഈക്വൽ ടു 2 plus 2 plus 4t square വരും. അപ്പോൾ അത് 4 plus 4t square. 4 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2 വരും. 2 into 1 plus t square. കാരണം ഇത് 4 into 1 plus t square ആണ്. അപ്പോൾ 4 into 1 plus t square നമുക്ക് 4 സ്ക്വയർ റൂട്ടിനെ പുറത്തെടുത്താൽ 2 into root of 1 plus t square. Therefore mass is equal to delta ഇവിടെ 3t. Here delta is equal to 3t. m is equal to റേഞ്ച് ഇവിടെ 0 to 1 ആണ് തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to 1 ഡെൽറ്റ ഡി എസ് ആണ്. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 to 1 ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 3t മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി. ഇനി വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 3t ഇൻറ്റു
2 ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലോട്ട് പോകേണ്ടി വരും. നമ്മൾ യു ഈക്വൽ ടു 1 പ്ലസ് ടി സ്ക്വയർ കൊടുത്താൽ ഡി യു എന്ന് പറയുന്നത് 2t ഡി ടി ആണ്. അപ്പോൾ ഇവിടെ 2t നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് 2t ഡി ടി ഡി യു എന്ന് എടുക്കാം. സോ 3 കോൺസ്റ്റൻ്റായിട്ട് പുറത്തെടുത്താൽ ഇനി റേഞ്ച് വേണം. വെൻ ടി ഈക്വൽ ടു 0 യു ഈക്വൽ ടു 1, ടി ഈക്വൽ ടു 1 എടുത്താൽ u ഈക്വൽ ടു 2. അപ്പോൾ അത് 1 to 2 ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഈക്വൽ m ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 ഡെൽറ്റ എന്ന് പറയുന്നത് 3t ഇൻറ്റു ഇതാണ്. അപ്പോൾ അതിനകത്ത് 2tക്ക് നമുക്ക് ഡി ടി 2t ഡി ടി നമുക്ക് ഡി യു എന്ന് എടുക്കാം. അപ്പോൾ 3 പുറത്തെടുത്താൽ യു റേസ് ടു ഹാഫ് ഡി യു എന്ന് വരും. അപ്പോൾ അത് 3 ഇൻറ്റു യു റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 റേഞ്ച് 1 to 2 വരും. അപ്പോൾ 3 ഇൻറ്റു 2/3 2√2 മൈനസ് 1 വരും. 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അത് 4√2 മൈനസ് 2 എന്ന് വരും. 4√2 മൈനസ് 2. ഇതാണ് മാസ് ഓഫ് ദി തിൻ വയർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി മാസ് ഓഫ് എ വയർ. ഫോർത്ത് വൺ. Find the mass of a wire that lies along the curve. Find the mass of a wire that lies along the curve r bar of t equal to t square minus 1j plus 2tk 0 less than or equal to t less than or equal to 1. ഇവിടെ x coordinate തന്നിട്ടില്ല. Find the mass of a wire that lies along the curve t square minus 1j plus 2tk 0 less than or equal to t less than or equal to 1. If the density delta is equal to 3/2t. If the density delta is equal to 3/2t. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. അപ്പം മാസ്സാണ് ചോദിച്ചേക്കുന്നത്. മാസിൻ്റെ ഫോർമുല എന്താ? ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഡി എസ് ആണ്. അപ്പം ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് 3/2. അപ്പോൾ ഇവിടെ 3/2t എടുക്കുക. ഡി എസ് ചെയ്യാൻ വേണ്ടി വി ബാർ ഓഫ് ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടിയും കണ്ടിട്ട് മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി ആക്കി മാറ്റുമ്പം ഇത് ഇൻ ടേംസ് ഓഫ് ടി ആയിട്ട് മാറും. അപ്പോൾ ഫൈനൽ ആൻസർ 2√2 മൈനസ് 1 വരും. അപ്പോൾ ആദ്യം വെലോസിറ്റി വെക്ടർ, പിന്നെ അതിൻ്റെ മോഡുലസ് കാണുക, പിന്നെ ഡെൽറ്റ ഇൻ ടേംസ് ഓഫ് ടി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഡെൽറ്റയും മോഡുലസ് ഓഫ് വി ബാർ ഇൻ ടേംസ് ഓഫ് ടി ആവും. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2√2 മൈനസ് 1 എന്നുള്ള ആൻസർ കിട്ടും.